പോകുന്നത് ഹരിപ്പാട് ബസ് സ്റ്റാൻഡിലെ ബാത്റൂമാണ്. നമുക്കൊന്ന് നോക്കാം. ഇതിനകത്ത് ബാത്റൂമിനകത്ത് ഓരോ ഭാഗങ്ങളിലെ വെള്ളം പൊട്ടി ഒഴിക്കുന്നു. ഒരു ഡോർ പോലും ഈ ബാത്റൂമിനകത്ത് ഇല്ല. ജനങ്ങളാണെങ്കിൽ ഇത്രയും വൃത്തികെട്ട സ്ഥലത്തിനാണ് ജനങ്ങൾ മൂത്രം ഒഴിക്കേണ്ട അവസ്ഥ ഉണ്ടാകുന്നത്. സത്യം പറഞ്ഞാൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം ബാത്റൂം പോലും ഇല്ല. ഒരു യുവാക്കളൊക്കെ ആണെങ്കിൽ എവിടെയെങ്കിലും പോയി തൊട്ടടുത്ത ഹോട്ടലിൽ എവിടെയെങ്കിലും പോയി അഡ്ജസ്റ്റ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ എമർജൻസി ആയിട്ട് വരാൻ പ്രായമുള്ളവർ അവർക്ക് എന്ത് ചെയ്യുമെന്ന് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടൊന്ന് മനസ്സിലാക്കുക. ഞാൻ ഇതിനകത്ത് നമ്മുടെ മന്ത്രിമാരെ എല്ലാവരും ഞാൻ ടാഗ് ചെയ്യുന്നുണ്ട്. അവരൊക്കെ വേണ്ട എന്ത് തീരുമാനം എടുക്കുമെന്ന് എനിക്കറിയത്തില്ല. അവരൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കുമെന്ന് ഞാൻ കരുതുന്നു. അപ്പം ഇത് മാത്രമല്ല, ഇവിടുത്തെ ഇനിയും കാണിക്കാനൊക്കെ ഉണ്ട്. വെള്ളം ഒഴുകി പോകുന്ന സ്ഥലങ്ങളൊക്കെ വളരെ വളരെ വൃത്തിയായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇനിയെങ്കിലും ഇത് കണ്ടിട്ട് നിങ്ങളൊക്കെ ഒരു തീരുമാനം എടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്രയും വൃത്തിയില്ലാത്തത് കോടികൾ ചെലവാക്കി നിർമ്മിച്ച ബിൽഡിംഗ് തൊട്ടപ്പുറത്തുണ്ട്. ജനങ്ങൾക്ക് യാതൊരു പ്രയോജനം ഉണ്ടായിട്ടില്ല. ഇതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരു കുറച്ച് സ്ഥലങ്ങളിൽ ജനങ്ങൾക്ക് കൊടുക്കാമായിരുന്നു. ചിലവിട്ടുണ്ടാക്കി ഈ കെട്ടിടത്തിൽ ഒരു വൃത്തിയുള്ള ബാത്റൂമെങ്കിലും ജനങ്ങൾക്ക് കൊടുക്കാമായിരുന്നല്ലോ. അത്രയെങ്കിലും ചെയ്യാൻ പറ്റും. ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് ജോലിക്കാരുടെ ബാത്റൂം വരുന്നുണ്ട്. അത് വൃത്തിയായിട്ടാണ് കിടക്കുന്നത്. പക്ഷേ അത് ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കൊടുക്കേണ്ട, അത് ഉപയോഗിച്ചോട്ടെ അവർ. പക്ഷേ ജനങ്ങൾക്ക് കൊടുക്കുമ്പോൾ കുറച്ച് വൃത്തിയുള്ള ബാത്റൂം അവർക്കും കൂടെ കൊടുക്കാം. അത് മാത്രമല്ല, ഒരു സ്ഥാപനമാകുമ്പോഴത്തേക്ക് കസ്റ്റമറും ഇമ്പോർട്ടൻ്റ് ആണ്. ജോലിക്കാർ മാത്രമല്ല, കസ്റ്റമറിനാണ് മോറൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ജോലിക്കാരുടെ ബാത്റൂം കസ്റ്റമേഴ്സിന് ഉപയോഗിക്കാൻ കൊടുക്കുമോ? നമ്മൾ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്ന നമ്മളൊരു കസ്റ്റമർ തന്നെയാണ്. വൃത്തിയുള്ള ബാത്റൂം എല്ലാവർക്കും ആവശ്യമാണ്. ഇത് കണ്ടോ, ഇതിനകത്തിൽ സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഈ ഒരു ബാത്റൂമിൽ ഡോർ ഇല്ലാത്ത ബാത്റൂമിൽ ബുദ്ധിമുട്ടുകയാണ് ചെയ്യുന്നത്.